സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരോട് നമുക്ക് ഏറെ ആദരവുണ്ട്. എന്നാൽ പത്തനംതിട്ടയിലെ ഒരു യുവാവ് ഇതിന് അപവാദമാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പഠിപ്പിച്ച അധ്യാപികയെ ഇയാൾ സ്കൂളിൽ കയറി ആക്രമിച്ചു. മലയാലപ്പുഴ കോഴിക്കുന്നം KHM LP സ്കൂളിലെ പ്രഥമാധ്യാപിക ഗീതാരാജിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ മലയാലപ്പുഴ സ്വദേശി വിഷ്ണു S നായരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മർദ്ദനത്തിന്റെ കാരണം വ്യക്തമല്ലെന്നാണ് പോലീസ് പറയുന്നത്. മലയാലപ്പുഴ കോഴിക്കുന്നം KHM LP സ്കൂളിലെ PTA മീറ്റിംഗിനിടെയാണ് പ്രധാന അധ്യാപിക ഗീതയെ പ്രതി വിഷ്ണു സ്കൂളിൽ അതിക്രമിച്ചു കടന്ന് മർദ്ദിച്ചത്. രക്ഷിതാക്കളും അധ്യാപകരും ജനപ്രതിനിധികളും ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിലായിരുന്നു ആക്രമണം. ആദ്യം സ്കൂളിന് പുറത്തു നിന്നും അധ്യാപികയെ അസഭ്യം പറഞ്ഞതിനു ശേഷമായിരുന്നു മർദ്ദനം. അപ്പം ഞാൻ ഈ ബഹളം വയ്ക്കാൻ നീ ആരാ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവനാണ് ഭയങ്കരമായിട്ട് വയലൻ്റായിട്ട് നിനക്ക് എന്നെ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ചീത്തയൊക്കെ പറയുക. എന്നിട്ട് പിന്നെ ഇവൻ പറയും ഞാൻ അവൻ്റെ അമ്മയാണ്, ഞാൻ ഇവനെ നോക്കുന്നില്ല, അങ്ങനെ ഇവൻ്റെ ജീവിതം ഞാൻ നശിപ്പിച്ചു, ഇങ്ങനെയൊക്കെ ഇവനങ്ങ് പറയുക. മാറെന്ന് പറഞ്ഞ് എന്നോട് ഷൗട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഇവനോടൊന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല. ഇവനെ വല്ലാതെ വയലൻ്റായിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ട് മാറിപ്പോയി. അപ്പോൾ എൻ്റെ ക്ലാസ് തന്നെയാണ്. അപ്പോൾ ആ ബോർഡിൻ്റെയൊക്കെ അടുത്തോട്ടായപ്പോഴേക്കും ഇവൻ എന്നോട് വല്ലാതെ ഷൗട്ട് ചെയ്തു. പരസ്പര ബന്ധമില്ലാതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അന്നേരം അവൻ എന്നെ പെട്ടെന്ന് അടിച്ചിവിടെ. ഒരടി അടിച്ചു, രണ്ടാമത്തെ അടി അടിച്ചപ്പോഴേക്ക് ഞാൻ തെറിച്ച് ഞാൻ തറയെ വീണു. അപ്പോഴേക്ക് പേരൻസൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വീണ് കഴിഞ്ഞപ്പോഴേക്ക് ഇവരെല്ലാം കൂടെ ഉറക്ക ബഹളം വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇവൻ കസേര എടുത്ത് ഹസ്ബൻഡ് എറിഞ്ഞതാണ്. മറ്റൊരു പേരൻറ്റിൻ്റെ ഒരു കയ്യിലാണ് കൊണ്ട് ചെറിയ മുറിവുണ്ടായത്. അതൊക്കെ ഈ തല ഇങ്ങനെ പെരുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ കസേര വീശുന്നവരൊക്കെ ഞാൻ കണ്ടുള്ളൂ, മറ്റൊന്നും എനിക്ക് കാണുന്നില്ലായിരുന്നു. തലയ്ക്കും കണ്ണിനും പരിക്കേറ്റ അധ്യാപിക രക്ഷിക്കാനെത്തിയ ഭർത്താവ് ജ്യോതിലാലിനെയും ഇയാൾ മർദ്ദിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ വിഷ്ണു അധ്യാപികയെ മർദ്ദിക്കാനുള്ള കാരണം വ്യക്തമല്ല. കഴിഞ്ഞ മാസവും ഇതേ രീതിയിൽ സ്കൂളിലെത്തിയ ഇയാൾ ബഹളമുണ്ടാക്കിയിരുന്നതായും പരാതിയുണ്ട്. അധ്യാപികയുടെ പരാതിയെ തുടർന്ന് മലയാലപ്പുഴ പോലീസ് പ്രതിയെ കസ്റ്റഡിയെടുത്തു. പരിക്കേറ്റ അധ്യാപികയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിയെ ചോദ്യം ചെയ്തു വരുന്നതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട.